പൈസ എവിടെ നിന്നും കിട്ടാതെ ഇപ്പോൾ വീണ്ടും നമ്മുടെ ശ്രുതി പോയിട്ട് പാർക്കിലിരിക്കുകയാണ്. അപ്പോൾ പാർക്കിലിരിക്കുമ്പോൾ ശ്രുതിയുടെ പാർക്ക് ഫ്രണ്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് നീ എന്താ ഇവിടെ ഇരിക്കണേ, നീയല്ലേ വലിയ കാനഡയ്ക്കൊക്കെ പോവാന്ന് പറഞ്ഞത്, എന്നിട്ട് എന്താ ഇവിടെ ഇരിക്കണേന്ന് ചോദിക്കട്ടോ. അപ്പോൾ പോവണം എന്നൊക്കെ ഉണ്ട് ബ്രോ, പക്ഷേ പൈസയൊന്നും സെറ്റായിട്ടില്ല, അമ്മയും തരുന്നില്ല പൈസ, ഭാര്യയും തരുന്നില്ല പറയട്ടോ. ഈ ഭാര്യയ്ക്കല്ലേ വലിയ കോടീശ്വരിയൊക്കെ അല്ലേ, പിന്നെ എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ അതൊന്നും ശരിയാവില്ല എന്നൊക്കെ തന്നെ പറയട്ടോ. എന്നിട്ട് പറയും ഇനിയിപ്പോൾ എന്താ ചെയ്യുക ചോദിക്കുമ്പോൾ അതിനല്ലേ ഞാൻ ബ്രോനെ കാണാൻ വന്നേച്ചു പറയും. അപ്പോൾ ബ്രോ എന്നെ കണ്ടിട്ട് എന്തിനാ, അപ്പോൾ ഇങ്ങനെ ബ്രോ തരണം എനിക്ക് പൈസ പറയുമ്പോൾ, പിന്നെ 10-14 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്കിപ്പോൾ നിൻ്റെ ഇവിടെ ഈ പാർക്കിൽ വന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, എനിക്ക് സുഖമായി ജീവിച്ചുകൂടെ, എന്നോട് ചോദിക്കാൻ വന്നിക്കണു, നീ ഒന്ന് പോയേ വിട്ടേന്ന് പറയട്ടോ. ബ്രോ എന്തെങ്കിലും ഒരു വഴി കാണിച്ചതാ ബ്രോ, പ്ലീസ് ബ്രോ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ പറയാം എന്നാൽ ഇവിടെ ഒരു സ്വാമികളുണ്ട്, ആ സ്വാമിയുടെ അടുത്ത് പോയിട്ട് പ്രായശ്ചിത്തത്തിന് എന്ത് ചോദിച്ചിട്ട് ചെയ്താലും നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കും, അതുകൊണ്ട് നീ വായോ പറയട്ടോ. എന്നിട്ട് ഇങ്ങനെ കാണാൻ പോവാണ്. അപ്പോൾ കാണാൻ പോകുമ്പോൾ ആ സ്വാമിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ സ്വാമി ഇങ്ങനെ കണ്ണടച്ചിരിക്കും. ആ സമയത്ത് നമ്മുടെ ശ്രുതി ചോദിക്കും ഇതെന്താ കണ്ണടച്ചിരിക്കണേ, ഇയാൾക്ക് ഉറക്കാണോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ഇതാക്കും കേട്ടോ. എന്നിട്ട് അങ്ങനെ സ്വാമീനെ കാണാൻ പോയിരിക്കുകയാണ്. അതുപോലെ വർഷയാണെങ്കിൽ സ്കൂട്ടിമ്മ പോണ സമയത്ത് വർഷ ആദ്യം കല്യാണം ആലോചിച്ചിരുന്ന അയാൾ വരികയാണ്. എന്നിട്ട് അവളേനെ ഓവർടേക്ക് ചെയ്ത് നിർത്തും കേട്ടോ. അപ്പോൾ വർഷ ഇത് ആരാന്നറിയാത്ത കാരണം ആരാണ് ഇത് ഇങ്ങനെ വന്ന് നിർത്തിയിരിക്കണേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് വരുമ്പോൾ ഇവനെ കാണുമ്പോൾ തന്നെ വർഷയ്ക്കൊന്ന് പേടിയാവും. അതിനുശേഷം വർഷയോട് കുറേ നേരം സംസാരിച്ചിട്ട് നിന്നെ ഞാൻ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് വർഷയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. അപ്പോൾ വർഷ ഭയങ്കര രീതിയിൽ ഒച്ചയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. എന്നിട്ട് അവിടെ സച്ചി വന്നിട്ട് രക്ഷിക്കണതും പിന്നെ സച്ചി വർഷയോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇനി വീട്ടിലേക്ക് വരാനൊക്കെ പറയുന്നതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ.